ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവനോട് എഴുന്നേറ്റ് പോവാൻ പറ. സുജതെ, ജീവൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അവനിനി ഇവിടെയാ താമസിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ക്ഷണിക്കപ്പെട്ട കൂട്ടുകാരുടെ മുന്നില് എന്നെ കൊണ്ടുപോയി നാണം കെടുത്താൻ ശ്രമിച്ചത് അയാള്. പറയേണ്ടതൊക്കെ അയാളുടെ കൂട്ടുകാരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ കെട്ടിയൊരുക്കിയ പാർട്ടിക്ക് അയാൾ തന്നെ നാണം കെട്ടത്. അയാളുടെ പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി. അയാളുടെ ഭാര്യ അങ്ങനെ പരിചയപ്പെടുത്തിയത്. കൂടെ ജീവിച്ച കാലത്തെക്കുറിച്ച് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അയാൾ മുഖം ഉയർത്തില്ല. ഒരാളോട് ഒന്നും പറഞ്ഞ് അഹങ്കരിക്കില്ല. ഞങ്ങൾ അയാളോട് കടം വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുണ്ട്. അത് അയാളുടെ കമ്പനിക്കാ. കമ്പനി നടപടികൾ എന്ത് വേണമെങ്കിലും അയാൾക്ക് എടുക്കാം. പക്ഷെ നിത്യയോട് മത്സരിക്കാൻ ജീവനായിട്ടില്ല. സുജാത എന്റെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മ മുറിന്ന് എഴുന്നേറ്റ് വന്നു. പക്ഷേ ഞാൻ അമ്മയോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. അപമാനിക്കപ്പെട്ടത് JR ആണെങ്കിൽ അയാൾ അതിന് പകരം വീട്ടിയിരിക്കും. അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഹരി, എനിക്ക് ഒരു കുഴപ്പമില്ല. അയാൾ നമ്മളെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ കറിയാനൊന്നും ഞാൻ നിൽക്കില്ല. ഇനി ഇതിന്റെ പേരിൽ അയാൾ ഇങ്ങോട്ട് കേറി വന്നാല്. താൻ ഇത്രയും ധൈര്യത്തോടെ എന്റെ മുന്നിൽ നിൽക്കുമ്പോ അവൻ നമ്മുടെ മുന്നിലേക്ക് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. പറയാനുള്ളത് പറഞ്ഞു തീർക്കും, തല്ലാനുള്ളത് തല്ലി തീർക്കും. അങ്ങനെ കൊട്ടിഘോഷിച്ച JRന്റെ പാർട്ടി ഒരു ദുരന്തത്തിൽ അവസാനിച്ചു. അതെന്തിനായിരുന്നു അയാൾ അങ്ങനെ ഒരു സാഹസം കാണിച്ചത്? നിത്യ ഇതൊക്കെ തന്നെ പറയുമെന്ന് അയാൾക്കറിയില്ലായിരുന്നോ? നിത്യയെ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അയാളൊരു ബുദ്ധിയില്ലായ്മയെ കാണിച്ചത്. പണ്ടത്തെ ജീവൻ അങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് കരുതിക്കൂട്ടി ചെയ്തത് അയാള്. നിത്യ വന്നാൽ ഇതൊക്കെ പറയണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. എന്തിന്? അയാൾ ഒന്നും അവസാനിപ്പിച്ചതായിട്ടല്ല എനിക്ക് തോന്നിയത്. എല്ലാം തുടങ്ങി വെച്ചതുപോലെ. നിത്യയോട് ഇതിനുള്ള പ്രതികാരം അയാൾ ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. അത് താമസിയാതെ നമുക്ക് കേട്ടറിയാം. എന്തോ എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും തോന്നില്ല. ബുദ്ധിമാന്മാർക്ക് ചിലപ്പോൾ മണ്ടത്തരം പറ്റില്ലേ? ശരി, നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് സംസാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. നിത്യനെ സമാധാനമായിട്ട് ഉറങ്ങില്ല, അതെനിക്ക് ഉറപ്പാ. ഏതായാലും താൻ വാ. പാർട്ടി കഴിഞ്ഞില്ലേ രഘുവേട്ട? അല്ല, രഘുവേട്ടനോടാണ് ചോദിച്ചത്. ആ, കഴിഞ്ഞു. എന്നിട്ടെന്താ പാർട്ടിക്ക് വന്നവരൊന്നും ഇറങ്ങി പോവാത്തത്? നിങ്ങൾ എന്താ കരുതിയത് രഘുവേട്ട? പ്രതികരിക്കാൻ അറിയാത്ത പെണ്ണാണ് നിത്യയെന്നോ? മിണ്ടാതെ തല കുനിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവൾക്ക്. അന്ന് അവളെ ഉപദ്രവിച്ചതിന് കണക്കില്ല. വേദനിച്ച് വേദനിച്ച് പദം വന്ന അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായത്. അവളുടെ മുൻപിൽ ആണത്തം കാണിക്കാൻ ചെന്ന് നിന്നാലുണ്ടല്ലോ, കൈ വീശി അടിക്കൂ അവള്. കാരണം അന്തസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത നിങ്ങളുടെ മകനെ പോലെയല്ല എന്റെ മോള് നിത്യ.
ഇവനോട് എഴുന്നേറ്റ് പോവാൻ പറ. സുജതെ, ജീവൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അവനിനി ഇവിടെയാ താമസിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. എടോ, ഞാൻ താമസിക്കുന്നിടത്തെ എന്റെ മകനെ കൂടെ നിർത്താൻ വേണ്ടി എനിക്ക് ആരുടെ സമ്മതം വേണ്ട. ഈ വീട് രാമകൃഷ്ണേട്ടനിൽ നിന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്. ഈ വീട് എന്റെ മകൻ കടം കൊടുത്ത രാമകൃഷ്ണന്റേതാ. കടം തിരിച്ചു കൊടുക്കാത്തോണ്ട് ഇപ്പോ ഇതിന്റെ അവകാശം എന്റെ മകനാ. രഘുവേട്ടൻ വെറുതെ പ്രശ്നത്തിന് നിൽക്കരുത്. ഇവനെ ഇവിടെ താമസിപ്പിക്കാൻ രഘുവേട്ടൻ ശ്രമിക്കരുത്. ജീവനെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കാണാൻ സൗകര്യമുള്ളവരോട് നിന്നാ മതി, കേട്ടല്ലോ? சார் சார் என்ன சார் இது அம்மாவு கிட்ட இந்த மாதிரி ஒன்றும் பேசாதுங்க சார். அம்மாவோட உயிர் சார் நீங்க. വേണ്ട ശരവണ, നീ ഇനി ഒന്നും പറയണ്ട. മകന്റെ കയ്യിലിരിക്കുന്ന പുത്തൻ നോട്ടുകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചൊരച്ഛനാണിത്. ഞാൻ കണ്ട് ശീലിച്ച രഘുവേട്ടനുമായിട്ട് ഈ രൂപത്തിന് ഒരു ബന്ധമില്ല. അതെടി, ഞാൻ എന്റെ മകന്റെ സമ്പാദ്യത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. അത് ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെതിര് പറയാനൊന്നും ആരും നിൽക്കണ്ട. എന്റെ മകൻ കാണിക്കുന്നതാണ് എന്റെ ശരി. ഇവന് ശരിയാണെന്ന് തോന്നുന്ന എന്ത് കാര്യത്തിനും ഇവന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഇതുവരെ, ഈ നിമിഷം വരെ രഘുവേട്ടൻ എന്താ സംഭവിച്ചെന്നുള്ള ആശങ്കയിലായിരുന്നു. നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു രഘുവേട്ട. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ വേണ്ട ശരവണ. അമ്മയ്ക്ക് നേരെ ആയുധം വാങ്ങാൻ മടിയില്ലാത്ത മകൻ ഒരു ദിവസം അച്ഛന് നേരെയും ആയുധം എടുക്കും. അന്നേ നിങ്ങൾക്ക് ഇവനെ മനസ്സിലാവൂ. ഈ വളഞ്ഞ വഴി കാണിച്ച് ഇവനെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയതിന്റെ ദുരന്തം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ. മോനെ ജീവ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ഒന്നിച്ച് ഇവിടെ താമസിക്കും, ആരൊക്കെ എതിർത്താലും.